പ്രൈസ് ലോർഡ്. സഭാകാലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ സർദീസ് സഭയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് രക്ഷ എന്നാണ്. ഈ കാലത്തും രക്ഷ, നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. അവിടെ രക്ഷയിലേക്ക് വിളിക്കുകയാണ്. ആ വിളിയാണ് സർദീസ് സഭാകാലത്ത്. നമ്മൾ ഒരു എപ്പിസോഡ് പറഞ്ഞു, ഒരു ഭാഗം പറഞ്ഞു, 15 മിനിറ്റ് അടുത്തത് പറയുകയാണ്. ഓക്കെ, ഈ സഭയുടെ കാലത്താണ് പുതിയ നിയമവും പഴയ നിയമവും, അതായത് 1520 മുതൽ 1750 വരെ. ഓക്കെ, ഈ കാലഘട്ടത്തിലാണ് പുതിയ നിയമവും പഴയ നിയമവും തർജ്ജമ ചെയ്ത്, അതിനുശേഷം തുർക്കിയുടെ ആക്രമണത്തെ തുടർന്ന് ലോകത്തിലേക്ക് ഓടിപ്പോയവരിലൂടെ ജനത്തിന് ലഭിച്ച ബൈബിൾ വഴിയാണ് സാത്താൻ വചനവിരുദ്ധമായ ആരാധനകളിലൂടെ ലോകത്തെ തെറ്റിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ കിട്ടിയപ്പോൾ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടെ ലോകത്താകമാനം ഒരു വലിയ ഉണർവുണ്ടായി. എന്നാൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സഭ എന്നും സംഘടനാ സഭയ്ക്ക് ശത്രുവാണ്. നോക്കൂ, സംഘടനാ സഭയ്ക്ക് എന്നും, അല്ലെങ്കിൽ ഇപ്പം ഞാനിത് പറഞ്ഞിരുന്നാലും സംഘടനാ സഭ എന്ന് പറയുന്നത്, അത് സംഘടന എവിടെ തുടങ്ങിയെന്നറിയാമോ? ഏദൻ തോട്ടത്തിലാണ് തുടങ്ങിയത്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ഒരു സംഘടന, അതായത് ദൈവത്തിന്റെ വചനത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ പാപം ചെയ്ത് അവർ നഗ്നരും നിറഞ്ഞപ്പോൾ അവരൊരു ഉടയാട് എടുത്ത് ഉടുത്തിട്ട് അവരെ സംരക്ഷണം ദൈവത്തിന്റെ തേജസ്സായിരുന്നു സംരക്ഷിച്ചിരുന്നത്. നഗ്നരും നിറഞ്ഞപ്പോൾ മറ്റൊരു ഉടയാട് എടുത്ത് സംരക്ഷിച്ചു. സംഘടനയാണേ. ഒരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ മറ്റൊരു ഉടയാട എടുത്ത് മരവരി എടുത്ത് ഉടുത്ത് നഗ്നത മറച്ചെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ പോയി ഒളിച്ചിരുന്നത്? അപ്പോൾ അവൻ്റെ ഉള്ളിലെ ആത്മാവ് തന്നെ പറഞ്ഞു കൊടുത്തു, ദൈവത്താൽ നീ സംരക്ഷിക്കപ്പെട്ടതെന്ന് പുറത്തു പോയാൽ സംഘടനയല്ല, നീ എങ്ങനെയൊക്കെ തന്നെ നിന്നെ ഒരു ദൈവസഭ എന്ന് പറഞ്ഞിരുന്നാലും നീ മരിച്ചവൻ തന്നെയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വേർപെട്ടു പോയവൻ തന്നെയാണ്. അപ്പോൾ അവൻ പോയി ഒളിച്ചിരുന്നപ്പോൾ അവനറിയാം എന്നെ സംരക്ഷണം ചെയ്യുകയില്ല എന്ന്. അതുപോലെയാണ് ഈ സംഘടനാ സഭകൾ. എല്ലാ ഡിനോമിനേഷൻ, നാമകരണം ചെയ്യപ്പെടാത്തത് എന്ന നോമിനേഷൻ നാമകരണം ചെയ്യപ്പെട്ടത് അത് ഞങ്ങളുടെ സഭയാണ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ, ആ നാമത്തിൽ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാ. ആ നാമത്തെ തള്ളിയിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നാമമല്ലാത്ത വാക്കുകളും പറഞ്ഞിരിക്കുന്നവരാണ് ഡിനോമിനേഷൻ. ദൈവിക നാമമുള്ളവരല്ല, കൊന്നുകളയും എല്ലാറ്റിനെയും കർത്താവ്. ഓക്കെ, അങ്ങനെ ബൈബിൾ ലോകത്താകമാനം ലഭിച്ചപ്പോൾ അവർ ഈ പൈശാചിന്റെ തന്ത്രങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞു. അവർ സത്യം മനസ്സിലാക്കി തുടങ്ങി. യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. വിഗ്രഹാരാധന, പാപബലി, മരിച്ചവരോടുള്ള പ്രാർത്ഥന, അങ്ങനെ അനേകം ആചാരങ്ങൾ വചനവിരുദ്ധമാണെന്ന് ജനം ദൈവവചനം വായിച്ച് തിരിച്ചറിഞ്ഞു. ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ ഒരു കുടുംബത്തിൽ ഒരു 7 പേര് വിളിച്ചിരിക്കുകയാണ്. അവർ കത്തോലിക്ക സഭയിലാണ്. അവർ ബൈബിൾ വായിച്ചതുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കിയില്ല, കുറെ ഉപദേശിച്ച് വായിക്കരുതെന്ന് പറഞ്ഞു. അവർ ആ സഭ വിട്ട് പുറത്തു വന്നു. 2 വർഷമായി പുറത്തു വന്നിട്ട്. തൃശ്ശൂരുള്ള അവർ ഈ അടുത്ത സമയത്താണ്, നമുക്ക് 2 വർഷമായി തൃശ്ശൂരുള്ള, എനിക്കൊരു ബന്ധമില്ല. അപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ ഇതുവരെ സന്ദേശം അയച്ചപ്പോൾ കേട്ട് വിശ്വസിച്ചിട്ട് വേറൊരു വ്യക്തി കേട്ടു. ആ വ്യക്തി ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതുപോലത്തെ വചനം പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോകണം. അവിടെ ചെന്നിട്ട് ക്ലാസ്, പ്രായമുള്ള ഒരു ആൻറ്റിയൊക്കെ ഉണ്ട്, അവർക്ക് സ്ഥാനപ്പെടണം, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആടുകളാണെങ്കിൽ എവിടെയായിരുന്നാലും ദൈവം അവരെ വിളിച്ചറിയിക്കും. ഓക്കെ, അപ്പോൾ ബൈബിൾ വായിച്ചതുകൊണ്ടാണ് ഈ അനാചാരങ്ങൾ. മധ്യസ്ഥ വായിക്കാൻ പറയുന്നില്ല, കൊന്ത ജപിക്കാൻ പറയുന്നില്ല, ബൈബിൾ കാണിച്ചു തരും. നിങ്ങൾ ബൈബിൾ വായിക്കാൻ ആര് പറഞ്ഞാന്ന്? ഞങ്ങളുടെ കൈപ്പുസ്തകങ്ങളുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ വായിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ പറഞ്ഞു തരുന്നില്ലേ എന്ന് പിശാചിന്റെ തന്ത്രം നോക്കുക. ഓക്കെ, അങ്ങനെ അനാചാരങ്ങൾ അതെല്ലാം വചനവിരുദ്ധമാണെന്ന് ജനം വായിച്ചു തുടങ്ങി. മാത്രവുമല്ല, ഗലാത്യർ 1:6 മുതൽ 12 വരെ വചനം അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ പുറത്തേക്ക് വന്ന്, അതായത് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ശപിക്കപ്പെട്ടവർ, ദൈവത്തിന് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളോട് അറിയിക്കണമെന്ന് ദൈവത്തിന് എന്നിൽ പ്രസാദം തോന്നിയപ്പോൾ ഞാൻ മാംസരക്തങ്ങൾ, അതായത് യെരുശലേമിലേക്ക് അപ്പോസ്തലന്മാരുടെ മുൻ ഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് പോയില്ല. അതെല്ലാം പിശാചിനാൽ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അത് പൗലോസിന് മനസ്സിലായി. ഇന്നും ബൈബിൾ കോളേജ് സാത്താന്യം എന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറെ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബൈബിൾ കോളേജ് വഴി പഠിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ പഠിപ്പിക്കുന്ന എല്ലാം ശുദ്ധ ഭോഷ്ക. എത്രയോ വചനം തെറ്റി പഠിപ്പിക്കുന്നു. ഓക്കെ, അതിനൊക്കെ വന്നാൽ അതിൻ്റെ വീഡിയോ അയച്ചു തരാം, സംസാരിച്ചിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. സത്യരാജ് SS അനിൽ എന്ന യൂട്യൂബിൽ നോക്കി അറിയാം. ഓക്കെ, അപ്പോഴും സാത്താന്റെ ഉപദേശത്താൽ തുടങ്ങിയ കത്തോലിക്ക സഭ പുതിയ ചില കർശനമായ കൽപ്പനകൾ പുറപ്പെടുവിച്ചു. കത്തോലിക്ക സഭ വിശ്വാസികൾ ബൈബിൾ വായിക്കരുത്,
അവർ പറഞ്ഞത് കേൾക്കാത്തവരെ കൂട്ടത്തോടെ കൊന്നുകളഞ്ഞു. മുമ്പുള്ള അനുഭവം അറിയാവുന്നതിനാൽ ജനം ബൈബിളിനെ തുറക്കാതെ അടച്ചു പൂട്ടി ഷെൽഫിൽ വെച്ചു. എന്നിട്ട് പുരോഹിതന്മാർ പറയുന്നത് എന്തും ജനം സമാന്തര വേദവാക്യവുമായി വിശ്വസിച്ച് അവർ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയായി അവിടെ ഇരുന്നു. അപ്പോഴവർ പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയെന്ന്. സാത്താൻ ജനത്തെ തെറ്റിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? പണ്ട് സാത്താൻ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. അവനെ അവിടെ നിന്ന് വെട്ടി വീഴ്ത്തിയിട്ട് അവൻ ചെയ്തതെല്ലാം നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ. അവന് സഹിക്കുമോ? ഓക്കെ. അതിനാൽ മനുഷ്യരുടെ സ്തുതിയും അനുസരണവും ബഹുമാനവും അങ്ങനെ സകലതും ദൈവത്തിന് നൽകാതെ തന്ത്രപൂർവ്വം ദൈവത്തിൽ നിന്ന് മാറ്റി അവൻ ജനത്തെ കൊണ്ട് വചനം തെറ്റിപ്പിച്ചും വചനത്തിന് മറ്റൊരു ദുരുപദേശം നൽകിയും അതിനെ സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ മാനവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും പോകാതെ ആർക്ക് പോകുന്നു? പിശാചിന് പോകുന്നു എന്ന് ഇന്ന് ഏതെങ്കിലും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വെളിപ്പാടിൽ തുടങ്ങാത്ത സഭയായ നിങ്ങൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങളുടെ യാഗവും ബലിയെല്ലാം സാത്താനാണ്, നിങ്ങളുടെ സ്തോത്രവും സ്തുതിയെല്ലാം സാത്താനാണ് പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. ഓക്കെ. അതിലൂടെ ദൈവവചനത്തെ തെറ്റിച്ച് ശാപഗ്രസ്തരാക്കി ഇവർ ഒരിക്കലും തിരികെ ക്രിസ്തുവിനോട് ചേരാതിരിക്കാൻ അവൻ പഠിച്ച പണി പലതുമായി ദൈവവചനത്തോട് ചേർത്ത് കൊണ്ട് ആ തരത്തിൽ ആചാരാദി കർമ്മങ്ങളിലൂടെ ഭക്തിയുടെ മൂർച്ചക്കുട്ടി ശക്തിയെ, പരിശുദ്ധാത്മാവെന്ന ശക്തിയെ ത്യജിച്ച് ഉഭയത്താൽ സകലരെയും ബോധ മനസ്സിനെ മന്ദമാക്കി വീഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. ഇന്നുവരെയും പെന്തക്കോസ്ത് വരെയും ഉള്ളവർ അറിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാരണം ജ്ഞാനമാണ്. എളിമ ധരിച്ചുകൊണ്ട് ആ സ്നാനം ഒന്ന് വിശ്വസിച്ച് ചെയ്താൽ ആ നിമിഷം പരിശുദ്ധാത്മാവ് വരും. ഇവിടെ നിന്ന് ഇപ്പം കൊല്ലത്തെ വന്ന് സ്നാനപ്പെട്ടിട്ട് പരസ്യശുശ്രൂഷയൊക്കെ ചെയ്യുന്നൊരു ബ്രദറായിരുന്നു. കുറേ കാലം കൊണ്ടേ പെന്തക്കോസ്തിലാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷം ഇപ്പം വിളിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ബ്രദറെ നിങ്ങൾ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന ആ ബൈബിൾ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ബൈബിൾ നോക്കിയിട്ട് തന്നെ പഠിപ്പിച്ചോളൂ. ഇനി സ്നാനപ്പെട്ട ശേഷം പരിശുദ്ധാത്മ വരും വിശ്വസിച്ചിട്ടാണെങ്കിൽ. പിന്നെ ഈ വചനം നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ഓരോ ദിവസവും വിളിക്കും. കഴിഞ്ഞ ശനിയാഴ്ച സ്നാനപ്പെട്ടിട്ട് പോയത്. ഇപ്പം ഈ കഴിഞ്ഞല്ല, ഇന്നിപ്പം വ്യാഴാഴ്ച. ഓക്കെ, ഇന്നല്ല, ഇന്ന് 28 ഇന്നല്ല, കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച. അദ്ദേഹം ഇങ്ങോട്ട് പറയണം, ഇപ്പം പരിശുദ്ധാത്മാവ് എന്നെ വചനം പഠിപ്പിച്ചു തുടങ്ങി. അതെ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ ആരാരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടു നോക്കൂ. ഈ ബൈബിളിൽ നിങ്ങൾ തലയ്ക്ക് മുകളിലൂടെ വായിച്ചു പോയ അനേകം വചനങ്ങൾ അതിന് ശേഷമാണ് നിങ്ങളുടെ കണ്ണ് തുറന്ന് കർത്താവ് കാണിച്ചു തരുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് മാനസാന്തരത്തിന് വേണ്ടിയിട്ടും കർത്താവിൻ്റെ സ്ഥാനത്തിൽ യഥാസ്ഥാനത്താകുവാനുള്ള ചിന്തയോടും ആഗ്രഹത്തോടും മുന്നമേ ഒരുങ്ങി അല്ലെങ്കിൽ അന്വേഷിച്ചിരുന്നവരാണെങ്കിലേ ഇതെല്ലാം കേട്ടാൽ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സിലാവുകയില്ല. ഓക്കെ. അപ്പോൾ സാത്താൻ ഹവ്വായെ ഉഭയത്താൽ ചതിച്ചതുപോലെ ഇന്നത്തെ സകല ജനത്തെയും ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയിരിക്കുന്നു എന്നതുപോലും അവരറിയാതിരിക്കുന്നു. എന്നിട്ടോ അവർ തങ്ങളെ തന്നെ ക്രിസ്ത്യാനികളെന്നും ക്രിസ്തുവിൻ്റെ മണവാട്ടികളെന്നും പറയുന്നു. എന്നിട്ടോ പരിശുദ്ധാത്മാവ് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി നിൽക്കുന്നു. എത്ര വിരോധാഭാസം! അപ്പോസ്തലന്റെ ഉള്ളിൽ വന്ന അതേ പരിശുദ്ധാത്മാവാണ് അവരുടെ ഹൃദയത്തിലെങ്കിൽ എങ്ങനെ ആ സ്നാനവും ഈ ഉപദേശങ്ങളൊക്കെ തള്ളിക്കളയാൻ കഴിയും? നമുക്ക് മാളിക മുറിയിൽ കൂടിയിരിക്കാത്ത പൗലോസ് 10-12 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് വിളിച്ച് മണലാരണ്യത്തിൽ അയച്ച് അവിടെ നിന്ന് ഉപദേശം കേട്ട് വേറൊരു ദിക്കിൽ ശുശ്രൂഷിച്ചിട്ട് എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. 12 മുതൽ 3 വർഷം കഴിഞ്ഞ ശേഷം പത്രോസിനെ കാണാൻ തീരുമാനിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. പത്രോസ് മാളിക മുറിയിൽ കൂടിയിരുന്ന് ശക്തി ലഭിച്ചതല്ല. ദൈവം നേരിട്ട് വിളിച്ച് മണലാരണ്യത്തിൽ അയച്ച് പഠിപ്പിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒരു ദിക്കിൽ സ്ഥാനപ്പെടുത്തുന്നു, സ്റ്റേഫാനോസ് വേറൊരു ദിക്കിൽ സ്ഥാനപ്പെടുത്തുന്നു, പത്രോസ് സ്ഥാനപ്പെടുത്തുന്നു. ഇവർ പരസ്പരം കാണാതെയും കേൾക്കാതെയും സ്നാനപ്പെടുത്തിയപ്പോൾ പല ദിക്കുകളായിരുന്നിട്ടും ഒരാത്മാവ് വഴി നടത്തിയതിനാലല്ലേ അവരെല്ലാവരും സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ന് ഇരിക്കുന്ന ഈ സകല സഭകളുടെയും പുരോഹിതന്മാരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏത്? വ്യത്യസ്തം, എതിർ ക്രിസ്തു. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയ്ക്ക് പുറത്തുള്ള ഒരു അവിശ്വാസിയെ കൊണ്ടുവന്നിട്ടാണ് യേശുക്രിസ്തു നാമത്തിലെ സ്നാനം വേണ്ട എന്ന് പഠിപ്പിച്ചെങ്കിൽ നിങ്ങളെല്ലാം അദ്ദേഹത്തെ അടിച്ച് ഓടിക്കില്ലായിരുന്നു. പിശാച് കുറെ മനുഷ്യരെ പുരോഹിതന്റെ വേഷമിട്ട് ബൈബിൾ കോളേജ് സാത്താൻ തുടങ്ങി അവിടെ നിന്ന് കുറെ ബൈബിൾ ജ്ഞാനം ബുദ്ധിയിൽ പഠിപ്പിച്ച് വിട്ടിരിക്കുന്ന കുറെ മനുഷ്യരെ കണ്ടിട്ട് അവരുടെ മുമ്പിൽ ചെന്നിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ജന്മാവകാശം അവർക്ക് വിറ്റിരിക്കുകയാണ്, എതിർ ക്രിസ്തുവിന് വിറ്റിരിക്കുകയാണ്. ക്രിസ്തുവിന് വിറ്റുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് പുറത്തേക്ക് വാ. കർത്താവ് നിങ്ങൾക്ക് ദൈവം പ്രകാശിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ. ഓക്കെ. അപ്പോൾ ലൂതറൻ സഭയുടെ കാലത്ത് പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടില്ല. അന്യഭാഷ പ്രവചനം ദർശനം ദൂതില്ലാത്തത് കൊണ്ട് ആ അന്നത്തെ സന്ദേശത്തിൽ വിശ്വസിക്കുന്ന ഇന്നിരിക്കുന്നവർക്കും അതില്ല. അവർ പറഞ്ഞു പണ്ടേ നിന്നുപോയി. സംഭവം ശരി തന്നെ, പണ്ടേ നിന്നുപോയി. പക്ഷെ കാലാകാലം കർത്താവ് കൊടുക്കുകയാണ്. അടുത്തതാണ് പറയാൻ പോകുന്നത് ഫിലാദൽഫിയ പെന്തക്കോസ്ത് കാലം. ഒരു മരം നട്ടു,
അത് എന്തെന്ന് വളർന്ന് ഇലയായി പൂവായി വളർന്നു വന്നു, പൂ വന്നു, കായ് വന്നപ്പോൾ പെന്തക്കോസ് കാലം, അഭിഷേകം. അപ്പോൾ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. നട്ട മരം പച്ചപ്പുഴ വിട്ടിൽ തുള്ളൻ വെട്ടുക്കിളി തിന്നതിനെ ഞാൻ മടക്കി തരുമെന്ന ഈ സാത്താന്യ പുരോഹിതന്മാരിലൂടെ തിന്ന് നശിപ്പിച്ചതിനെ എല്ലാം കർത്താവ് തിരികെ തരികയാണ്. ഓരോ കാലഘട്ടങ്ങളിലൂടെ കർത്താവ് നട്ട അതേ മരം. എന്നാലോ പെന്തക്കോസ് കാലത്തല്ല വിളവെടുപ്പ്, ഞങ്ങളാണ് വിളവെടുക്കുന്നത്. വിതയ്ക്കാത്തതിൽ നിന്ന് ശേഖരിക്കുകയെന്ന്. അത് കഠിന ഹൃദയമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് താലന്ത് കൊടുത്തിട്ട് വിനിമയം ചെയ്യാത്തവൻ്റെ. അപ്പം വിതയ്ക്കുന്നത് ഒരുവനും കൊയ്യുന്നത് മറ്റൊരുത്തനും. അപ്പോൾ വയലിൽ യേശു വിതച്ചു, യേശുവാണ് വിതച്ചത് കേട്ടോ. യേശു വിതച്ചു. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്നെ ആടുകളുടെ മോഷ്ടാവെന്നും പറയുന്നുണ്ട്. ഇവരെല്ലാം വിളിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഞാൻ വിളിച്ചോണ്ട്, ഞാനല്ല വിളിച്ചോണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എന്നിലൂടെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ എത്രയും നിങ്ങളുടെ അടുക്കൽ വരുന്നത്. അങ്ങനെ ആ വചനം വന്ന ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആടാണെങ്കിൽ മാത്രമേ പുറത്തേക്ക് വിളിക്കുന്നത് കർത്താവാണ്. യോഹന്നാൻ 10, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. നമുക്ക് ഓരോ കാലത്തും പുതിയ സന്ദേശം കേൾക്കാൻ പുറത്തേക്ക് വരണം. അബ്രഹാം 25 വർഷം ഇരുന്നു. അവിടെ ഏലോഹിം ഇറങ്ങി വന്നു, ശരീരധാരിയെ വന്നപ്പോൾ ദൂത് കേട്ടിട്ട് അവർ സ്ഥലം മാറി. അതിനുശേഷമാണ് വാഗ്ദത്ത സന്തതി പ്രാപിച്ചത്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും അല്ലെങ്കിൽ മോശയെയും ഓരോരുത്തർ നോഹയെ വിളിക്കുമ്പോഴെല്ലാം അവർ വിളിക്കുന്ന ഇടം മാറണം. മാറി വന്നാലേ പുതിയത് ലഭിക്കുകയുള്ളൂ. യോഹന്നാൻ സ്നാപകൻ വന്ന് യേശുവിൻ്റെ കാലത്ത് ഉള്ള പരീശന്മാരിലും പറഞ്ഞു, അവർ കേട്ടില്ല. മറ്റുള്ളവർ പാപികളെയൊക്കെ വിളിച്ചവർ മനസ്സിലായവർ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നവർ പിന്നെ പഴയതിലേക്ക് എന്തെന്ന് ഛർദിൽ തിരിഞ്ഞു നിന്ന നായ്ക്കളെ പോലെ ആയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ തിരിയാണ് അടുത്ത് പെന്തക്കോസ് സഭയെക്കുറിച്ചാണ് പറയുന്നത്. പെന്തക്കോസ് സഭയിൽ എന്ത് കൊടുത്തു? അഭിഷേകം കൊടുത്തു. ലൂഥറൻ സഭയിൽ ഇന്നുമില്ല. CSL മാർത്തോമയിൽ നീതീകരണമേ ഉള്ളൂ. ലൂഥറിലുള്ള വിശുദ്ധീകരണം പോലും അവിടെ ഇല്ല. അതത് കാലത്ത് ദൈവം കൊടുത്ത വചനത്തിൽ അവർ വിശ്വസിക്കുന്നു. അത് പോരാ. ഇന്ന് ലാസ്റ്റ് ഫിലാദൽഫിയ സഭാകാലം പെന്തക്കോസിൻ്റെ ജോൺ വെസ്ലിയാണ് വിളിച്ചു വരുത്തിയത്. അത് കഴിയുമ്പോഴത്തെ അത് ഞാൻ അടുത്ത് പറയാൻ പോകുന്നു. അത് അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അതിനുശേഷം അവിടെ അഭിഷേകമേ കൊടുത്തുള്ളൂ. അതിനുശേഷമാണ് എല്ലാ സഭകളിലേക്കും സന്ദേശം അറിയിച്ചിട്ട് അപ്പോസ്തലന്റെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന്, ഗോതമ്പാണെങ്കിൽ നിങ്ങൾ കളപ്പുരയിൽ ശേഖരിക്കപ്പെടുക, യജമാനൻ അവിടെ വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ദൈവം വെളിപ്പാട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള എല്ലാ മർമ്മങ്ങളും തുറന്നു കഴിഞ്ഞു. മണവാട്ടി അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സകല മർമ്മങ്ങളും തുറന്നു കഴിഞ്ഞു. അത് വെളിപ്പാടാണ്, മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോക്കലിഫ് മറച്ചു വച്ചിരിക്കുന്നതായിരുന്നു. അതിന് മറ നീക്കി തന്നത്. ഇപ്പം നോക്കൂ, മാർട്ടിൻ, കൊളംബോ, വെസ്ലി, ലൂഥർ, ഇതൊക്കെ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചിട്ട് ആ വ്യക്തികളല്ല സംസാരിച്ചത്. ആ വ്യക്തിക്ക് ഇതൊന്നും അറിയില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ വന്ന ദൈവാത്മാവാണ് സംസാരിക്കുന്നത്. ഇനി പെന്തക്കോസിനെ വിളിച്ചു കൂട്ടിയത് ജോൺ വെസ്ലിയാണ്. അതിപ്പോൾ തുറന്ന് പറയാം. അത് പെന്തക്കോസുകാർക്ക് അറിയില്ലല്ലോ. ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് വില്യം മരിയം ബ്രൺഹാം ആണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ഏഞ്ചൽ, നിങ്ങൾ വില്യം ബ്രൺഹാമിൻ്റെ പുറകെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ പുറകെ ഒന്നും പോലെ. അദ്ദേഹം നമുക്ക് അപ്പോസ്തലന്മാരുടെ വചനത്തിലേക്ക്, അപ്പന്മാരുടെ വചനത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനും ആദ്യ പ്രവൃത്തി ചെയ്യുവാനും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും കാണിച്ചു തന്നേ ഉള്ളൂ. ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.